Hi everyone, welcome to Franklin's Lectures. Decide your college in one click. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയെന്ന് നോക്കാനാണ്. ആദ്യം വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂരാണ്. ഇത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് അണ്ടർ IHRDന്റെ കീഴിൽ വരുന്ന കോളേജാണ്. ഓക്കെ, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. 1995 എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. NBA അക്രഡിറ്റഡ് കോളേജാണ്. KT അഫിലിയേഷനുള്ള കോളേജാണ്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ കാണിക്കാം. ഓക്കെ, ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ് ആണ്. ഓക്കെ, അവിടെയുള്ള ബ്രാഞ്ചുകൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് അവിടെ 120 സീറ്റ്സ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസിന് അവിടെ 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 360 സീറ്റാണുള്ളത്. കീം മാനേജ്മെന്റ് NRI വഴിയൊക്കെ നമുക്ക് അവിടെ അഡ്മിഷൻസ് എടുക്കാം. അവിടുത്തെ കട്ട് ഓഫ് വരുന്നത് കഴിഞ്ഞ വർഷം 2025 ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് പ്രകാരം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് 18,350 വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ് 23,000 സംതിങ് വന്നു. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 37,000 സംതിങ് വന്നു. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 23,959 വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 31,000 സംതിങ് ആണ് എന്ത് വന്നത്, റാങ്ക് വന്നത്, ലാസ്റ്റ് റാങ്ക് വന്നത്. കാറ്റഗറി റാങ്കുകൾ 70 മുസ്ലിം, SC, EW ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി അനുസരിച്ചുള്ളവർ നോക്കാം. അടുത്തൊരു അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ ആണ് 65,000 രൂപ വരുന്നത്. ഓക്കെ, ഇത് IHRDന്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ ലോവർ മെറിറ്റ് ഫീ ഉണ്ടാവും, ഹയർ മെറിറ്റ് ഫീ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് എന്ത് കിട്ടും, ലോ ഫീസിൽ അഡ്മിഷൻസ് കിട്ടും. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 12.7 ഏക്കർ ആണ് എന്ത് വരുന്നത്, ക്യാമ്പസിന്റെ ഏരിയ വരുന്നത്. ലൈബ്രറി, കമ്പ്യൂട്ടർ സയൻസ്, ഓഡിറ്റോറിയം, സെമിനാർ ഹാള്, ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്റ്റല്, ക്യാൻറ്റീന്, ഇൻഡോറും ഔട്ട്ഡോർ ആയിട്ടുള്ള സ്പോർട്സ് ഫെസിലിറ്റീസുകളുണ്ട്. ലബോറട്ടറീസുകളുടെ ഒരു ഫോട്ടോസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്ലേസ്മെന്റ് സമ്മറി IS സാലറി, ആവറേജ് സാലറി കൊടുത്തിട്ടില്ല. ഇവിടെ TCS, വിപ്രോ, ക്യൂബസ്റ്റ്, ജെമിനി, ക്യൂസ്പൈഡേഴ്സ്, ഇൻഫോസിസ്, കൊഗ്നിസന്റ്, നെസ്റ്റ് എല്ലാണ്ടിയൊക്കെ വരാറുണ്ട് എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് IEDCന്റെ സെല്ലുണ്ട്. ടെക്നിക്കൽ ഗ്രൂപ്പ്സുകളുണ്ട്. അതിൽ മെയിനായിട്ട് കോളേജ് ആസ് ആൻ ആക്റ്റീവ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സ്റ്റുഡൻറ് ചാപ്റ്റർ അവിടെ ഉണ്ട്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലേണിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ടു എൻഹാൻസ് എംപ്ലോയബിലിറ്റി. അഫിലിയേഷൻ KTന്റെ കീഴിൽ ഉള്ള കോളേജാണ്. ഓക്കെ, അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഒക്കെ 2-3 ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട്. ഫെസ്റ്റുകൾ നടക്കുന്ന കോളേജാണ്. ആൻഡ് അവിടെയുള്ള ക്ലബ്ബുകൾ IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, പിന്നെ ASME നമ്മൾ പറഞ്ഞല്ലോ, അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അതുണ്ട്. പിന്നെ SI ഉണ്ട്, അതും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗൊക്കെയുള്ളതാണ്. മ്യൂസിക് ക്ലബ്ബ് ഉണ്ട്, ആൻഡ് ഡാൻസ് ക്ലബ്ബ് ഉണ്ട്, ആൻഡ് ഫിലിം ക്ലബ്ബ് ഉണ്ട്, സ്പോർട്സ് ക്ലബ്ബ് ഒക്കെ ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കുക. ഓവറോൾ ഇറ്റ്സ് ഗുഡ് കോളേജ് ഫോർ സ്റ്റുഡൻസ്, എ വെരി ഗുഡ് കോളേജ് ബട്ട് നീഡ്സ് ഇംപ്രൂവ്മെന്റ് എന്നും റിവ്യൂ കൊടുത്തിട്ടുണ്ട്. റിവ്യൂ നിങ്ങൾ വായിക്കട്ടോ. നിങ്ങൾ ഏത് കോളേജിലോട്ടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്, ആ കോളേജിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്ന ആ ഏരിയയിലുള്ള കോളേജുകളെ പറ്റിയുള്ള റിവ്യൂ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. അടുത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലുപ്പാറ. ഓക്കെ, ഇതും എന്താണ്, IHRDന്റെ അണ്ടറിൽ വരുന്ന ഒരു കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. 1999 ഉണ്ടാക്കിയ കോളേജാണ്. അക്രഡിറ്റേഷൻ ഒന്നും പറയുന്നില്ല. കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് ആണ്. അടുത്ത ബ്രാഞ്ചുകൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് അവിടെ 120 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 270 സീറ്റ്സുകളുണ്ട്. ഓക്കെ, കീം വഴിയും മാനേജ്മെന്റ് വഴി NRI വെച്ചിട്ടും കയറാം. അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്ന ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 26,000 സംതിങ് ആണ് വന്നത്. സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് വന്നത് 34,934 വന്നത്.
ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് വന്നത് 59,427 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വന്നത് 41,031. ഒരു ആവറേജ് ആനുവൽ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ 68,250. ഓക്കെ. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 25 ഏക്കർ ക്യാമ്പസ് ആണ് വരുന്നത്. ലൈബ്രറി, കമ്പ്യൂട്ടർ സെന്റർ, അഡ്വാൻസ്ഡ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, ഓഡിറ്റോറിയം, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ. അവിടെ വരുന്ന കമ്പനികളെ പറ്റി പറയുകയാണെങ്കിൽ TCS വരാറുണ്ട്, കൊഗ്നിസന്റ്, നെസ്റ്റ്, പൂർണ്ണം ഇൻഫോവിഷൻ, UST ഗ്ലോബൽ ഡിജിറ്റൽ കോർ, കൈനീസ് ടെക്നോളജി, കൈനീസ് ടെക്നോളജി ആൻഡ് ഫേസ് HR റിക്രൂട്ടിംഗ് കമ്പനി തോന്നുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് കമ്പനിയാണ്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, IEDCന്റെ ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. ടെക്നിക്കൽ ഇവന്റ്സുകൾ നടക്കാറുണ്ട്. തിങ്കർ ഹബിന്റെ കീഴിൽ 4-day വെബ് ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പൊക്കെ നടന്നിട്ടുണ്ട്. സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കാറുണ്ട് AIയിലും റോബോട്ടിക്സിനും വെബ് ഡെവലപ്മെന്റിലൊക്കെ. മെന്റർഷിപ്പ് ആൻഡ് സപ്പോർട്ട്, IEDC ഓഫർ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്റ്റുഡൻറ് ടു ഡെവലപ്പ് സൊല്യൂഷൻ ഫോർ റിയൽ വേൾഡ് ചാലഞ്ചസ്. ഓക്കെ. ഇനി അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ജാസി ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അഞ്ജു ജോസഫ് വന്നിട്ടുണ്ട്. ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്. ഇവിടുത്തെ ക്ലബ്ബുകളാണ് തിങ്കർ ക്ലബ്ബ് ഉണ്ട്, അസാപ്പ് ഉണ്ട്, മ്യൂലേൺ ആൻഡ് സൈബർ ക്ലബ്ബ്. ഇത്തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ അവിടെ ഉണ്ട്. റിവ്യൂ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലപ്പറിന്റെ റിവ്യൂ പറയുന്നത് 80% സ്റ്റുഡൻറ് ഫ്രം അവർ കോളേജ് ഗെറ്റ് പ്ലേസ്ഡ് എന്നൊക്കെയാണ് പറയുന്നത്. I am satisfied with academics but the facilities average in the college എന്നും റിവ്യൂ ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുള. ഓക്കെ. അതും എന്താണ്, ക്യാപ്സിന്റെ ഇതേപോലെ തന്നെ വരുന്ന IHRD പോലെ തന്നെ CAPയുടെ കീഴിൽ വരുന്ന ഒരു കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. 2014 അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. അക്രഡിറ്റേഷൻ ഒന്നുമില്ല. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ് എന്നാണ് വരുന്നത്. അവിടെ വരുന്ന ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, അങ്ങനെ ടോട്ടൽ 120 സീറ്റാണ് വരുന്നത്. കീമു മാനേജ്മെന്റ് NRI കോട്ടയാണ് അവിടെ ഉള്ളത്. മീൻസ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ. സിവിൽ എഞ്ചിനീയറിംഗിന് 65,827 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അതിന്റെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 46,611. 40,000 പെർ ഇയർ ആണ് അവിടുത്തെ ഫീസ് വന്നിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 25 ഏക്കർ ക്യാമ്പസ് ഉണ്ട്. ലൈബ്രറി, കമ്പ്യൂട്ടർ സെന്റർ, ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ. ഓക്കെ. എല്ലാ സിവിലിന്റെയും കമ്പ്യൂട്ടർ സയൻസിന്റെയും എല്ലാ ലാബുകളും അവിടെ ഉണ്ട്. പ്ലേസ്മെന്റിന് അവിടെ വന്നിട്ടുള്ള ടോപ്പ് റിക്രൂട്ടേഴ്സ് TCS, അയോൺ, ഇൻഫോസിസ്, വിപ്രോ, TCS, ക്യൂബസ്റ്റ്, ടെക്ജിൻഷ്യ, IBS സോഫ്റ്റ്വെയർ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റി IEDC സെല്ലുണ്ട്. ആൻഡ് സ്റ്റാർട്ടപ്പ്, ദ ക്യാമ്പസ് ഹാസ് ഫോസ്റ്റർ സ്റ്റാർട്ടപ്പ് വെഞ്ചർ സച്ച് ആസ് OFB ആൻഡ് ലൈഫ് ആൻഡ് ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് കമ്പനി. അതായത് കോളേജിൽ നിന്ന് 2 സ്റ്റാർട്ടപ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് കമ്പനി ഉണ്ടായിട്ടുണ്ട്. സ്റ്റുഡൻറ് പ്രൊജക്ട് റിസീവ് ഫണ്ടിങ് ഫ്രം കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന് ഫണ്ട് കിട്ടാറുണ്ട് സ്റ്റുഡൻസ് പ്രൊജക്ടിന്. ആൻഡ് ദ സെന്റർ ഫോർ എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് CRD എന്നും ഫണ്ട് കിട്ടാറുണ്ട്. കീ അച്ചീവ്മെന്റ്, ഡെവലപ്ഡ് ദ വിഷ്വൽ അസിസ്റ്റന്റ് സ്മാർട്ട് ഹാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് പൊസിഷൻ ഇൻ ദ ഓൾ ഇന്ത്യ ദാൻ ഉത്സവ് കോമ്പറ്റീഷന് സെക്കൻഡ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. തേർഡ് പ്രൈസ് ഇൻ ദ നാഷണൽ എനർജി ഓഡിറ്റ് കോമ്പറ്റീഷന് തേർഡ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. മെലഡി മന്ത്ര ഒക്കെ നടന്നിട്ടുണ്ട്. ഉണ്ടോ? ഈഗിൾ ഗെയിമിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം. ഓക്കെ. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ IEDC ഉണ്ട്, NSS ഉണ്ട്, സസ്റ്റൈനബിലിറ്റി ക്ലബ്ബ് ഉണ്ട്. ഇനി നമുക്ക് റിവ്യൂസ് നോക്കാം. ദ കോളേജ് ഹാഡ് വെരി ഗുഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. മൈ ഓണസ്റ്റ് ഒപ്പീനിയൻ, ഇഫ് യു എക്സ്പെക്ട് എ ഗ്രേറ്റ് കോളേജ് അറ്റ്മോസ്ഫിയർ യു വിൽ ഡിസപ്പോയിൻറ്റ്, ബട്ട് നോ കോളേജ് പ്ലേസ്മെന്റ് ഓൺലി, പ്ലേസ്മെന്റ് അവൈലബിൾ ഈസ് ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ. 2 റിവ്യൂകളും ഇവിടെ കാണുന്നുണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്തത് നമ്മൾ അടുത്ത കോളേജ് നോക്കാം. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അടൂരുള്ള
മറ്റൊരു കോളേജാണ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നാക് അക്രഡിറ്റഡ് കോളേജാണ് വിത്ത് B+ ഗ്രേഡ്. ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഉണ്ടോ ക്യാമ്പസ്? നല്ല ക്യാമ്പസ്. അവിടെ ഉള്ള ബ്രാഞ്ചസും സീറ്റ്സും നോക്കാം. അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഡാറ്റാ സയൻസ് ഉള്ള ബ്രാഞ്ച് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മെക്കാനിക്കൽ ഓട്ടോമൊബൈലും ഉണ്ട്. നോർമൽ കോർ ബ്രാഞ്ചായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ വരെ ഉണ്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ്. മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എല്ലായിടത്തുള്ള ബ്രാഞ്ച് അല്ല. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഓക്കെ. പിന്നെ നോർമൽ ഇപ്പോഴുള്ള ഡാറ്റാ സയൻസിൻ്റെ ഒക്കെ ബ്രാഞ്ചുകളുണ്ട്. എല്ലാത്തിനും 30 സീറ്റ് വീതമുണ്ട്. എക്സെപ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്. ബാക്കി എല്ലാത്തിനും 30 സീറ്റ് വീതമുണ്ട്. 330 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. കീം മാനേജ്മെൻറ്റ് NRI കോട്ടകളാണ് വരുന്നത്. കൂടെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. അതിൽ കീമിൻ്റെ ലാസ്റ്റ് 2025 കട്ട് ഓഫ് നോക്കാം. ഇതൊക്കെ പുതിയ ബ്രാഞ്ചുകളായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പുതിയ ബ്രാഞ്ച് ആയിരിക്കും. അല്ലെങ്കിൽ അവർ കഴിഞ്ഞ തവണ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. അവിടെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെ പുതിയ ബ്രാഞ്ചുകളാണ്. കഴിഞ്ഞ തവണ ഉള്ള കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അവിടെ ലാസ്റ്റ് കട്ട് ഓഫ് പോയത് 65,000 സംതിങ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് പോയത് 62,981. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് പോയത് 52,913. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് പോയത് 65,000 സംതിങ് തന്നെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഓട്ടോമൊബൈലിന് പോയത് 67,308. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസാണ് ലാസ്റ്റ് റാങ്കിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇല്ലാത്തത് ഒന്നല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്മിഷൻസ് കഴിഞ്ഞ തവണ എടുക്കാത്ത ബ്രാഞ്ചുകളോ ആകാം. അടുത്ത ഫീസ് വരുന്നത് 75,000 ആണ്. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 75,000 പെർ ഇയർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ 15 ഏക്കർ ക്യാമ്പസ്, കോളേജ്, ലൈബ്രറി, ഹോസ്റ്റല്, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോർ, ക്യാൻറ്റീൻ, മെഡിക്കെയർ, ഫിറ്റ്നസ് സെൻറ്റർ, പ്രയർ ഹാൾ, ക്ലാസ് റൂം വിത്ത് ICT എനാബിൾഡ് ഫെസിലിറ്റീസ്. ഓക്കെ. ലബോറട്ടറീസ്, കമ്പ്യൂട്ടർ ലാബ്, ഇലക്ട്രോണിക് സർക്യൂട്ട് ലാബ്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്, മെഷീൻ ടൂൾസ് ലാബുകളൊക്കെ ഉണ്ട്. പ്ലേസ്മെൻറ്റ് സമ്മറി പറയുന്നത് അവിടെ വന്നിട്ടുള്ള IDB ഫെഡറൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വന്നിട്ടുണ്ട്. ഇൻഡോഷൽ മോൾഡ് ലിമിറ്റഡ് വന്നിട്ടുണ്ട്. എബിൻ ടെലികോം, സദർലാൻഡ്, TCS, SS, ഹുണ്ടായി. ഇതൊക്കെയാണ് അവിടെ പ്ലേസ്മെൻറ്റിന് വന്നിട്ടുള്ളത്. അവിടുത്തെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ എന്തുണ്ട്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെല്ലുണ്ട്. മീൻസ് ഓക്കെ, ഡെഡിക്കേറ്റഡ് ടു എൻകറേജ് റിസർച്ച് ആക്ടിവിറ്റീസ് ആൻഡ് പാറ്റൻറ്റ് ആൻഡ് പബ്ലിക്കേഷൻ. ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർ പബ്ലിഷ്ഡ് Indian patents 2023 and published papers in national conference. Advanced seminar, regular session on technology such as AI-based adaptive learning environment and data science or IoT. Industry collaboration, MOU, example with IIIC, and a technical seminar from industry experts are part of their activities. Conference, the institution organized event like the National Conference on Advanced Trends in Engineering and Sustainable Innovations. നാഷണൽ കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ആൻഡ് ഫോക്കസ് ഏരിയ ആക്ടിവിറ്റീസ് സ്പാൻ അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻക്ലൂഡിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഒക്കെ ഫോട്ടോസ് ഉണ്ട്. ചുരം, താമരശ്ശേരി ചുരം ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE ഉണ്ട്, IEDC ഉണ്ട്, IST ഉണ്ട്. IST മീൻസ് ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ആൻഡ് NSS ഉണ്ട്. SEM ക്ലബ്ബ് ഉണ്ട്. അത് ഇവിടുത്തെ ക്ലബ്ബായിരിക്കണം. ഡാൻസ് ക്ലബ്ബ്, ഫിലിം ക്ലബ്ബ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. റിവ്യൂസ്, ഇറ്റ്സ് എ ഗുഡ് കോളേജ് വിത്ത് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന റിവ്യൂ ഉണ്ട്. അബൌട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിനെ പറ്റി
there is less amount of placement taking place എന്നൊക്കെയുള്ള രീതിയിൽ റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജാണ് മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുമ്പഴത്തുള്ള മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, 2001 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, NBA-യും NAC അക്രഡിറ്റഡ് കോളേജുമാണ് മുസ്ലിയാർ കോളേജ്. ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അവിടെയുള്ള ബ്രാഞ്ചുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് അവിടെ 30 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട് 30 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്. ടോട്ടൽ 210 സീറ്റാണുള്ളത്. കീം മാനേജ്മെൻറ്റ് NRI വെച്ചിട്ട് തന്നെയാണ് അഡ്മിഷൻ ഉള്ളത്. അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുള്ള റിപ്പോർട്ട് സിവിൽ എഞ്ചിനീയറിംഗ് 63,000 സംതിങ്ങിലാണ് പോയിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 62,000 സംതിങ്ങിലാണ് പോയിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ആൻഡ് ML-ന് 63,000 സംതിങ്ങിലാണ് പോയിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പോയിട്ടുള്ളത് 60,000 ഇതിലാണ് റാങ്ക് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുള്ളത് 56,095. ഓക്കെ, ഇത് ഫീസ് ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല, ക്യാമ്പസ് ഏരിയ അവൈലബിൾ അല്ല. എന്നാലും ബാക്കിയുള്ള ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ, ലൈബ്രറി, ട്രാൻസ്പോർട്ടേഷൻ, കോൺഫറൻസ് ഹാൾ, ഫിറ്റ്നസ് സെൻറ്റർ, സ്പോർട്സ്, മോസ്ക്, സ്റ്റുഡൻറ് സ്റ്റോർ, ക്യാൻറ്റീന്, സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്, കൗൺസിലിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അടുത്ത ലബോറട്ടറീസിൻ്റെ ഫോട്ടോസ് ഉണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ലാബ്, ഡിജിറ്റൽ ലാബ് കൊടുത്തിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് സമ്മറിയിൽ ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത് 10 LPAക്കാണ്. ആവറേജ് സാലറി എവിടെയും കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ഏഷ്യാനെറ്റ്, EY, ഇൻഫോസിസ്, ഇന്നോവെഞ്ചർ, ഇസാഫ്, സ്പെരീഡിയൻ, കാർടെക്, ക്ലേസൈസ് സിസ്റ്റമാ, ഫെഡറൽ ബാങ്ക്, ഇത്രയും കമ്പനികൾ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ സെൻറ്റർ ഉണ്ട്. ദ ക്യാമ്പസ് ഹോസ്റ്റ് എ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഇൻക്യുബേറ്റർ സപ്പോർട്ടഡ് ബൈ KSIDC ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് കേരള ടു ഹെൽപ്പ് സ്റ്റുഡൻറ്റ് ടേൺ ഐഡിയ ഇൻ ടു പ്രൊഡക്ട്സ്. Musliar Renewable Energy Missions initiated by the EEE department to develop a cost-effective renewable energy technologies. R&D centers, the college maintained Ganit Research Center, EC department, and encourage faculty-led research for PhD registration. Innovative student project, mechanical developed a multi-purpose agri-machinery vehicle, a hydrogen-powered car, a safety bike, and composite material development, CLA CLARE, in collaboration with ISRO and DRDO. Okay. Electrical and electronics, convert old IC engine vehicle into e-vehicles. Civil engineering involve a government-funded LIFE project for housing surveys and data analysis. AI and machine learning lab equipped for research in modern technologies and industry academic partnership. The college has signed MOU with companies like Cost Innovation Solution for training and research. ഫെസ്റ്റ്, അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഈഗിൾ ഗെയിമിംഗ്, ആവിഷ്കാർ 2025 പ്രോ ഷോസുകളൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, IST ഉണ്ട്, ആൻഡ് NSS ഉണ്ട്, CSI, IE, UNAI, എനർജി ക്ലബ്, ഊർജമിത്രം, സ്റ്റാർട്ടപ്പ് സോൺ, ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ് ഒക്കെ ഉണ്ട്. ഓക്കെ, റിവ്യൂസ്, ഇറ്റ് ഈസ് എ പ്രിറ്റി ഗുഡ് കോളേജ് എന്ന് റിവ്യൂ ഉണ്ട്. ദിസ് ഈസ് ദ ബെസ്റ്റ് കോളേജ് ഫോർ സ്റ്റഡീസ് എന്ന് റിവ്യൂ എടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കോളേജ് മൗണ്ട് സെയിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അയ്യോ ഇതെന്തോ വായിക്കത്,
ആ ഇനി അടുത്ത കോളേജ് മൗണ്ട് സെയിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2001 എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. നാക് അക്രഡിറ്റഡ് കോളേജ് ആണ്. ഓക്കെ, ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, അടുത്തുള്ള ബ്രാഞ്ചുകൾ നോക്കാം. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. യെസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള കോളേജാണ്. 30 സീറ്റ്സ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിനുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 15 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. അങ്ങനെ മൊത്തം 165 സീറ്റാണുള്ളത്. അഡ്മിഷൻ മോഡ് കീം മാനേജ്മെൻറ്റ് NRI വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ തവണ വന്നത് 57,020 ആണ്. ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ചിലപ്പോൾ ഇത്തവണ തുടങ്ങിയ ബ്രാഞ്ചോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എന്തെടുത്തിട്ടുണ്ടാവില്ല, അഡ്മിഷൻസ് എടുത്തിട്ടുണ്ടാവില്ല. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 63,092 വന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ എന്താണ് അഡ്മിഷൻ എടുക്കാത്തതോ അല്ലെങ്കിൽ ഇത്തവണ തുടങ്ങാൻ പോകുന്ന ബ്രാഞ്ചോ ആണ്. ഫീസിൻ്റെ കാര്യം നമുക്കറിയില്ല, എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ 10 ഏക്കർ ക്യാമ്പസാണ്. എസ്പെറൻസ കൗൺസിലിംഗ് സെല്ല്, ട്രാൻസ്പോർട്ടേഷൻ, ലൈബ്രറി, ഹോസ്റ്റൽ, ലാംഗ്വേജ് ലാബ്, കോമൺ കമ്പ്യൂട്ടിംഗ് സെൻറ്റർ, ക്യാൻറ്റീന്, വൈഫൈ എനേബിൾഡ് ക്യാമ്പസ്, ജിമ്മ്, ഔട്ട്ഡോർ സ്പോർട്സ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ലബോറട്ടറീസ് ഒക്കെ ഉണ്ട്. പ്ലേസ്മെൻറ്റിൻ്റെ സമ്മറി ഒന്നുമില്ല, പക്ഷേ അവിടെ വരുന്ന റിക്രൂട്ടേഴ്സ് TVS വന്നിട്ടുണ്ട്, CSS കോർപ്പ് വന്നിട്ടുണ്ട്, MRF, കെൽട്രോൺ, IBM ഒക്കെ വന്നിട്ടുണ്ട് എന്നാണ് കോളേജിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് അവിടുത്തെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. R&D സെൽ റിസോഴ്സ് ഉണ്ട്. ഇറ്റ്സ് എ ഡെഡിക്കേറ്റഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൽ ദാറ്റ് പ്രൊമോട്ട് റിസർച്ച് ഇൻ എമർജിംഗ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ആൻഡ് സയൻസ് ഏരിയാസ്. It provide laboratories with research-oriented facilities to support these activities. Innovation and Entrepreneurship Development Cell ആയിട്ടുള്ള IEDC ഉണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട് ഇന്നോവേഷൻ, നമ്മളെല്ലാ ഇതിലും പറഞ്ഞ പോലെ തന്നെ. സ്പെഷ്യലൈസ്ഡ് ലാബ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ദ ക്യാമ്പസ് features 51 department laboratories and 4 common labs. Notable facilities including subsonic research and tunnel with 6 component balance, pressure scanner and supersonic wind tunnel in the aeronautical department. Okay. അതിലൊക്കെ എന്ത് റിസർച്ച് നടക്കാറുണ്ട്. ഇന്നോവേഷൻ പ്രൊജക്റ്റ് ആൻഡ് ഇനീഷ്യേറ്റീവ്. ദ MCA ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച്ഡ് ഓപ്പറേഷൻ MQAT, a project developed software for evaluating a question paper quality based on KTU standard. അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് MCA ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫണ്ടഡ് പ്രൊജക്റ്റ് ആൻഡ് കൊളാബറേഷൻ. ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഇൻഡിവിജ്വൽ റിസർച്ച് പ്രൊജക്റ്റ് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ national or international journals. The college encourage in house and industry based project, organizing guest lectures and workshop to enhance practical knowledge. അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. വിധുപ്രതാപ് എന്ന അധികാർ 2026 ഇത്തവണ നടന്ന ഫെസ്റ്റാണ് ജനുവരിയിൽ. അവിടുത്തെ സ്റ്റുഡൻറ്റ് ലൈഫ്സ് ആൻഡ് ക്ലബ് IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്, NPTELൻ്റെ ലോക്കൽ ചാപ്റ്റർ ഉണ്ട്, UNAE, ആസ്പെയർ, റെഡ് റിബൺ ക്ലബ്, ഫോട്ടോഗ്രാഫി ക്ലബ്ബൊക്കെ ഉണ്ട്. റിവ്യൂസ് വരുന്നത് മൗണ്ട് സെയിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ റിവ്യൂ വരുന്നത് പ്ലേസ്മെൻറ്റ് അവർ കോളേജ് ഈസ് ആവറേജ് ആണ്. ഓക്കെ, പിന്നെ ആസ് എ ഹോൾ ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഓഫ് പുവർ ക്യാമ്പസ് ലൈഫ് ബട്ട് ഇറ്റ് ഹാസ് എ ബെഞ്ച് ഓഫ് സപ്പോർട്ടീവ് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യെസ്, നമ്മളിന്ന് പത്തനംതിട്ട ജില്ലയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് നോക്കിയത്. നമ്മൾ ഏതൊക്കെ കണ്ടു? ആറോൾ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ടു, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ കണ്ടു, ആറന്മുള കണ്ടു, കല്ലൂപ്പാറ കണ്ടു, 2 IHRDൻ്റെ കീഴിൽ തന്നെ 2 കോളേജിൽ കണ്ടു. അല്ലാതെ ഒരു ക്യാപ്സിൻ്റെ കീഴിലുള്ള ഒരു
കോളേജ് കണ്ടു. പിന്നെ 3 പ്രൈവറ്റ് കോളേജുകളും കണ്ടു. സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് വെച്ചാൽ മുസ്ലിയാർ കോളേജ്, മൗണ്ട് സെയിന്, ശ്രീനാരായണ കോളേജൊക്കെ ഇവിടെ കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഡിസ്ട്രിക്റ്റിലുള്ള കോളേജായിട്ട് വരാം. ഓക്കെ, ബൈ.